പുലർച്ചെ 4:30 മുതൽ വൈകിട്ട് 4:30 വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ. ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട്. ഏട്ടന് പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഇന്ന് പണിയെടുക്കണമെന്ന് ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റിട്ടുണ്ട്. ഞാനല്ലെങ്കിൽ ഇത്ര നേരത്തെ ഒന്നും നീക്കില്ല കേട്ടോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ നീക്കില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുപോകാണ്ടാകുമ്പോൾ നേരത്തെ നീക്കും. അങ്ങനെ എണീറ്റ പാട് വേഗം ചായക്ക് വെള്ളം വെച്ചു. പിന്നെ ചോറ് കുക്കറിൽ വെച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് കട്ടൻ ചായ ഉണ്ട് ഇഷ്ടം. കട്ടൻ ചായ കുടിക്കണം, ചായ കുടിച്ചാൽ ഒരു ഫീൽ കിട്ടണമെങ്കിൽ. അപ്പോൾ അതിന് ഏട്ടൻ എണീറ്റു, ചായക്ക് കൊടുത്തു. പിന്നെ ഞാൻ കറിയൊക്കെ പാത്രത്തിലാക്കി, ചോറാക്കി, മീൻ, പിന്നെ ഒരു തക്കാളി വെണ്ടയ്ക്കയും കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു തട്ടിക്കൂട് സാമ്പാറും വെച്ചു. പിന്നെ ഉണക്കൽ മീനും. അങ്ങനെ ഏട്ടൻ ഏതായാലും ഫുഡൊക്കെ കൊണ്ടുപോയിട്ടോ. പിന്നെ ഞങ്ങൾക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്ന് ദോശയാണ് കേട്ടോ. അപ്പോൾ അതിക്കുള്ള കടലയും കിഴങ്ങും തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുക്കറിൽ കിടന്ന് കടല 4-5 വിസിലൊക്കെ അടിച്ചു. അപ്പോൾ തന്നെ ഞാൻ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ കുറേ അരി കിട്ടുകൊണ്ട് ദോശയൊക്കെ ചുടാനും സുഖമാണ്. അപ്പം അങ്ങനെ എന്തായാലും കറി ഒന്ന് വറവിടട്ടെ. അപ്പോൾ അതിന് വേണ്ടി കറിവേപ്പില പറിക്കാൻ പോയതാണ്. ആറ്റ് നോറ്റുണ്ടായ ഒരു മുതലാണിട്ടത്. കുറേ കുഴിച്ചിട്ടു, ഉണ്ടാവണ തന്നെയല്ല. പിന്നെ അവസാനം ചാക്കിലട് കുഴിച്ചിട്ട് അങ്ങനെ നോക്കൽ തുടങ്ങി. വളമായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉള്ളിത്തോലും അതുപോലെ പച്ചക്കറി അരിയണ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ലോണം നോക്കി. അപ്പോഴും നല്ലോണം ഉണ്ടായി മൂപ്പര്. അങ്ങനെ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ട് പിന്നെ നമ്മളെ വെളുത്തുള്ളി ഇല്ലേ, വെളുത്തുള്ളി ഇട്ടാൽ നല്ല രസമാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടലുണ്ട്. അങ്ങനെ വെളുത്തുള്ളി ഇട്ടു. പിന്നെ കറിവേപ്പില, നമ്മളെ സ്വന്തം നമ്മൾ നട്ടുണ്ടാക്കി നമ്മളെ കറിവേപ്പില, ആ മുതലിനെയും കൂടി ഇട്ടു. അങ്ങനെ ഇത്രേ ഉള്ളൂ ഞങ്ങളെ കറി വറവിടാനുള്ള സംഭവ വികാസങ്ങൾ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വറവിട്ട് ഞാൻ ഫസ്റ്റ് കറിയിട്ട് വയ്ക്കുക, എന്നിട്ടാണ് പിന്നെ കടി വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നന്നു. അപ്പോൾ ദോശ 1-2 ആയി കഴിഞ്ഞാലും കറിയും കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഈ കടിയൊക്കെ വയ്ക്കണോര് വേഗം ഫസ്റ്റ് കറി ഉണ്ടാക്കിയിട്ടൊന്ന് കടി ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വേഗമുണ്ട്. ചിലപ്പോൾ ഉണ്ടാവും നേരത്തെ ആരെങ്കിലും എണീറ്റിട്ട് ഓൾക്ക് ചായ കുടിക്കേണ്ടി വരുമ്പോൾ മോനോ മോളോ പിന്നെ വീട്ടിലെ മറ്റേ ആൾക്കാർ ആരെങ്കിലുമൊക്കെ വേഗം ചായ കുടിക്കണം തോന്നിയാൽ കറി ആയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. കടി പിന്നെ എന്തായാലും നമ്മൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിലും നൂലപ്പം അങ്ങനെ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ ദോശ ചുടാൻ വാഴന്തണ്ട ഇട്ടെടുക്കുക. അത് എടുത്ത് എണ്ണ പുരട്ടി ചുടുമ്പോഴാണ് ആ ഒരു സന്തോഷം കിട്ടുക. ബ്രഷ് ഉണ്ട്, പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഇത് പൊട്ടിച്ച് എണ്ണ പുരട്ടുമ്പോൾ വേറെ തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ തീയൊക്കെ കത്തിച്ചു. എന്തായാലും ദോശ ചൂടാൻ പോകില്ല. അങ്ങനെ ചട്ടിക്കടുപ്പത്ത് വെച്ച് ആ ദോശ റെഡിയാക്കട്ടെ. സാധാരണക്കാരുടെ വീട്ടിലധികം ഈ ദോശയാവില്ല ഉണ്ടാവുക. പക്ഷെ ഞാൻ എല്ലാതും ഉണ്ടാക്കും കേട്ടോ. എനിക്ക് നൂലപ്പം, വെള്ളപ്പം, വട്ടയപ്പം, ചപ്പാത്തി, പത്തിരി എല്ലാതും ഉണ്ടാക്കും. എനിക്ക് റവ മാത്രമാണോ ഇഷ്ടമല്ലാത്തത്, ബാക്കിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാൻ ചായക്കടി അല്ലാതെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എനിക്ക് ചോറാണ് ഇഷ്ടം. ചോറെടുത്ത് കഴിക്കണം, സമാധാനം കിട്ടണമെങ്കിൽ. ചായക്കടിയൊക്കെ ഒരു നേരം അത്രേ ഉള്ളൂ. പക്ഷേ എത്ര തിന്നിട്ടും തടിയില്ല കേട്ടോ ഞാൻ. എന്നിട്ട് പറയും എന്താ തടിയില്ലാത്തത് ചോദിക്കും. ഞാൻ പറയും തടിയിലൊന്നും വലിയ കാര്യമല്ല, സൂക്കടും കേടും ഇല്ല ഞാൻ മതി അറിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് ഇങ്ങനെ കുറേ അരി കിട്ടുകൊണ്ട് പല വിധത്തിൽ ചൂടാം. അപ്പോൾ എന്തായാലും എൻ്റെ കറിവേപ്പിലയും പിന്നെ അതുപോലെ കുറച്ച് 2 വഴുതനേൻ്റെ മരടും ഉണ്ട്. ഇതുമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 3-4 കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചുകൊടുക്കട്ടെ കരുതി. പുളിയറുമ്പ് വരുന്നതുകൊണ്ട് വല്ലാതെ പുഴുക്കളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മോളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓളെ മേക്കപ്പ് സെക്ഷനിലേക്ക് പോയി. എനിക്കിങ്ങനെ ഐലൈനറൊന്നും എഴുതാൻ അറിയില്ല കേട്ടോ. ഓള് കൂളായിട്ട് എഴുതണതാണ്. പിന്നെ കുറച്ച് മറ്റേ കറുകപ്പട്ടേൻ്റെ ഇല ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ വീടിൻ്റെ മേലുണ്ട്. മേലത്തെ വീട്ടിലത്തെ ചേച്ചി, ആ കാണുന്ന വീട്ടിലത്തെ ചേച്ചി തന്നതാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞാനത് പൊട്ടത്തേങ്ങാണ്ട് ഉണക്കാൻ കൊണ്ടുപോയി. ഉണക്കാൻ പാടില്ല അത്ര. അത് ഈ ഇല തണലത്ത് വെച്ചാൽ അത്ര ഉണക്കേണ്ടത്. ഞാനപ്പോൾ വെയിലത്ത് കൊണ്ടുപോയി ഉണക്കി. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞിട്ടോ. മോനും മോളൊക്കെ എന്തായാലും പോയി. ഞാൻ അവരൊക്കെ പോയതിന് ശേഷം കേട്ടോ ചായ കുടിക്കില്ല. എന്തെങ്കിലും സമാധാനത്തോടു കൂടി ചായ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കറിക്കുള്ള തേങ്ങ ചിരവാണ്. വെള്ളരിക്ക തൈരൊഴിച്ച് വയ്ക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ തേങ്ങ ഒക്കെ അരച്ച് പാർന്നിട്ടോ. പിന്നെ നമ്മളെ മോരൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതൊന്നും പെട്ടിട്ടില്ല. കുറേ ഒന്നും ഇപ്പോൾ പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏകദേശം ഐഡിയ ഒക്കെ നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വറവൊക്കെ ഇട്ടിട്ടോ. ഉള്ളിയല്ല കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് വറവിട്ടു നമ്മളെ കറി. പിന്നെ ഞാൻ അപ്പുറത്ത് തന്നെ
ഉണക്കൽ പൊരിക്കുക. ഉണക്കൽ തളയാണ് കേട്ടോ, ഉണക്കത്തളയാണ് കേട്ടോ. എനിക്ക് ഉണക്കമീനിൽ ഇഷ്ടം തളമീനാണ് കേട്ടോ ഇഷ്ടം. അല്ലാത്ത മീനിനോടൊന്നും വലിയ താല്പര്യമില്ല. ഉണക്കമീനാണെങ്കിൽ ഉണക്കമീനിൽ തളയാണ് ഏറ്റവും ഇഷ്ടം. ചോറ് എന്തായാലും ആയിട്ടുണ്ട്. പിന്നെ ദോശ ചുട്ട പാടെ തന്നെ ഞാൻ കലമൊക്കെ അടുപ്പത്ത് വെച്ച് ചോറൊക്കെ വേവിച്ചിട്ടുണ്ട് നേരത്തെ. പിന്നെ കറി ആയിട്ടുണ്ട്, മീൻ ഞാവാണ്ട് എല്ലാതും ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം എനിക്ക് മഞ്ചേരി പോകണം. മഞ്ചേരിയിൽ നിന്ന് പിന്നെ ആനക്കായം പോകണം, കുടുംബശ്രീൻ്റെ ഒരു ബുക്ക് മേടിക്കാണ്ട്, അപ്പോൾ അതിന് പോകണം. അപ്പോൾ അങ്ങനെ 2-3 പോക്കുണ്ട്. അപ്പോൾ തന്നെ ഏട്ടന് കൊണ്ടുവരും കേട്ടോ, തേജുട്ടനെ ഏട്ടൻ കൊണ്ടുവരും. ഉച്ചവരെ 2 മണി വരെ പണി ഉണ്ടാവുള്ളൂ. പണി കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ കൊണ്ടാക്കണ ആൾ ഞാനും കൊണ്ടുവരുന്ന ആൾ ഏട്ടനാണ് കേട്ടോ. എൻ്റെ കറക്കങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഓനെ കൊണ്ടാക്കി വന്നിട്ടുള്ള ആ ഒരു ടൈമിലാട്ടോ ഞാൻ കറങ്ങുക. അങ്ങനെ എന്തായാലും ഫുഡും കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്തായാലും പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ കുറച്ച് കിളികളൊക്കെ ഉണ്ട്. ഈ കിളികളെന്താ പറയുക, ഞങ്ങളവിടെ പൂത്താങ്കിരി എന്നാ പറയുക. ഇപ്പം എന്തായാലും തോടൊന്നും നിറഞ്ഞിട്ടില്ല. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോവട്ടെ കേട്ടോ. മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ തന്നെ വേഗം വണ്ടി കിട്ടിട്ടോ. അപ്പം പിന്നെ വണ്ടി കയറി വേഗം ഞാൻ ആനക്കയത്ത് എത്തി. അവിടുന്ന് പിന്നെ ബുക്കും മേടിച്ച് ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് നമ്മളെ കാർഷിക ഗവേഷണ കേന്ദ്രം ആനക്കയം. അപ്പം അവിടെ ഒന്ന് പോയി, അല്ല വിത്തും വന്നണം നോക്കാൻ. ഉണ്ടാവുമൊന്നുമില്ല, ഉണ്ടായാൽ നല്ലതല്ലേ എഴുതി ഞാൻ അവിടെ പോയാൽ അപ്പോൾ ഞാൻ കയറൂട്ടോ അവിടെ വിത്ത് വാങ്ങാൻ. വിത്തിന് എത്ര ഒരു പാക്കറ്റിനൊക്കെ 10 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ മേടിച്ച് നടണത് വലിയ ഇഷ്ടമാണ്. ഉണ്ടാവുക ഒക്കെ നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അവിടെ കാണാനും കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. വേഗം മേടിച്ചിട്ട് പോരുകയാണ്. മഴയൊക്കെ അത്യാവശ്യം മൂടി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വേഗം മേടിച്ച് പോന്നു. അപ്പം ഇതാണ് വിത്തുകളും കാര്യങ്ങളൊക്കെ. ചക്ക ചിപ്സ്, പിന്നെ അതുപോലെ ജാമ്, മിഠായി ജാമ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു. ചിപ്സ് മാത്രം ഉണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടുന്ന് അതൊക്കെ മേടിച്ച് ഞാൻ പോന്നു. ചക്ക ചിപ്സ് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പോന്ന് മഞ്ചേരി എത്തിയപ്പോൾ തന്നെ നല്ല മഴയാണ്. നല്ല മഴ. അപ്പം ഞാനവിടെ അങ്ങനെ നിന്നു. ഞങ്ങൾക്ക് മടക്കോട്ടർഷ കിട്ടും. ബസ്സിനല്ല ടൈം പോണത്, ഓട്ടോ ഒക്കെ പോണത്. ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും, കാരണം സ്കൂൾ വിട്ട ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങളവിടേക്കുള്ള ഓട്ടോറിക്ഷ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മഴ പോയിട്ട് പോകാമെന്ന് വെച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ മഞ്ചേരി ഓട്ടോ കിട്ടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോണ വഴിയിൽ ഇറങ്ങി കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോണ വഴിയിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൂത്ത് നിൽക്കണ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ നല്ല ഭംഗി കാണാൻ. അപ്പം ഒന്നിങ്ങനെ